നമുക്കിന്നൊരു കപ്പപ്പുട്ട് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് കപ്പ മെയിനായിട്ട് വേണ്ടുന്നത്. ഇതാ കപ്പ ഞാൻ തൊലി കളയട്ടെ. ഇതാ കപ്പ ഞാൻ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചേ. തൊലി കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി ഇത് ചെറിയ പീസാക്കിയിട്ട് വെക്കുക. നമുക്ക് ചോപ്പ് ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം ചോപ്പ് ചെയ്തിട്ട് വെച്ചേ. ഇനി ആദ്യം നല്ല വൃത്തിയിൽ കഴുകണം. കഴുകി പിഴിഞ്ഞെടുക്കണം. ആ പിഴിഞ്ഞെടുക്കുന്ന അവസാനത്തെ വെള്ളത്തിൽ കറക്റ്റായിട്ടുള്ള ഉപ്പ് കുറച്ച് മുന്നിട്ട് നിന്നോട്ടെ. ഇതിന് കണക്കായിട്ടുള്ള പുട്ടുപൊടിയും ഇടണേ. അപ്പോൾ അതും കൂടെ ആക്കിയിട്ട് വേണം അതിൻ്റെ ഉപ്പിടാൻ നോക്കിയിട്ടിടാൻ. മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയ അതായത് ഇതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ഈ വെള്ളത്തിനും കൂടി ഉള്ളത് ആക്കിയേക്കുക. കുറച്ചധികം ഉപ്പിടണം. അതിനും അധികമായാലും കുഴപ്പമില്ല. പുട്ടിൻ്റെ പൊടിയും ഇതിലിട്ടിട്ട് കുഴക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത്തിരി ഉപ്പ് അധികമായാലും കുഴപ്പമില്ല. പൊടി ഇടുമ്പോൾ ഉപ്പിടാതെ മതി. ഇപ്പം ഞാൻ നന്നായി പിഴിഞ്ഞ് വെച്ചു. ഇനി ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് കുഴക്കുന്നത്. വേറെ വെള്ളമൊന്നും ആക്കണ്ട. ഇതിലാണ് കുഴയേണ്ടത്. അപ്പോൾ ഇതിന് എത്രയാണ് വേണ്ട പൊടി അതിനനുസരിച്ച് എടുക്കുക. പൊടി അപ്പോൾ ഇട്ടിട്ട് നോക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ട് കൈ കൊണ്ട് തന്നെ മിക്സാക്കണം. മിക്സാക്കിയിട്ട് നോക്കണം എത്രയാണ് വേണ്ടതെന്ന്. അതിനനുസരിച്ച് നമ്മൾ പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളപ്പിട്ടിൻ്റെ ഇതുപോലെ തന്നെ ആക്കണം. ചിക്കൻ എങ്ങനെയാണോ കുഴയുന്നത് അതുപോലെ കുഴച്ചെടുക്കണം പൊടിയായിട്ട്. അത് ഇത് ഞാൻ ശരിക്കും കുഴച്ച് വെച്ചു പൊടി. അതിൻ്റെ കൂടെ ഞാൻ തേങ്ങയ്ക്ക് പകരം തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ തേങ്ങയ്ക്ക് പകരം ഇടുന്നത് ഞാൻ ചെമ്മീനാണ്. ചെമ്മീൻ വറുത്തിട്ട്. അപ്പോൾ ചെമ്മീൻ ഒന്നിച്ച് ഇതാ ഉള്ളി നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇടും. ഇതൊന്ന് വഴറ്റിയിട്ടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഇടും. അതിൽ പാകത്തിനുള്ള ഉപ്പും മുളകും ഇതിൽ തന്നെ ഇടാം. അതായത് കാശ്മീരി മുളക് കുറച്ച് കളർഫുള്ളാക്കാൻ വേണ്ടി കാശ്മീരി മുളകാണ് കുറച്ച് അധികം ഇടുന്നത്. ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക്. എരിവിന് കുറച്ച് മുളക് ഇടുമല്ലോ. 1 ടീസ്പൂണ് എരിവുള്ള മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടിയും, പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഞാൻ വഴറ്റിയിട്ട് അതിലേക്ക് ചെമ്മീൻ ഇടും. ചെമ്മീൻ നന്നായി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വഴന്ന് വന്നിട്ടാകുമ്പം അതിലേക്ക് തേങ്ങയിടും. തേങ്ങയിട്ട് ഇങ്ങനെ ചെമ്മീൻ തോരൻ പോലെ ആക്കി വെക്കും. എന്നിട്ട് അതാണ് പുട്ടിന് ഞാൻ ഇടുന്നത്. അത് കാണിച്ചു തരാം. ചെമ്മീൻ നന്നായി വഴന്ന് വന്നേ. ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചതാണ് കേട്ടോ. അതിന് അവസാനം വെളിച്ചെണ്ണ ഇതാക്കുമല്ലോ. അന്നേരത്ത് ക്യുമിൻ പൗഡർ അതെല്ലാം വറുത്ത പൊടിയെല്ലാം അത് ഇതിലേക്ക് ഇടുവേ. തേങ്ങ ഇടുമ്പോൾ ഇതാ ചെമ്മീൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കിയിട്ടാകുമ്പം ലേശം ചൂടുവെള്ളം ഒഴിക്കും. എന്നിട്ട് നന്നായി വെന്തിട്ടാകുമ്പോഴാണ് ഇതിലേക്ക് അത്രയല്ലേ വേവ് വേണ്ടു. അത് വെന്തതിന് ശേഷമാണ് ഇതിലേക്ക് തേങ്ങയും ക്യുമിൻ വറുത്ത് പൊടിച്ച ആ പൊടിയും എല്ലാം ഇടുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണ നനക്കും, പച്ച വെളിച്ചെണ്ണ. ചെമ്മീൻ ഇങ്ങനെ ഇതുപോലെ വെക്കുക. ഇതിലേക്ക് തേങ്ങ ഇടുന്നു. തേങ്ങ കുറച്ച് നന്നായിട്ടിട്ടാൽ അത്രയും നല്ലത്. കാരണം ഇനി നമ്മൾ പുട്ടിൽ തേങ്ങ ഇടുന്നില്ല. തേങ്ങയ്ക്ക് പകരമാണ് ഇത് ചെമ്മീൻ തോരൻ്റെ ഇടുന്നത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ഇതാക്കുമ്പോൾ ഒരു കുറച്ച് കുറച്ച് ക്യുമിൻ പൗഡർ, പച്ച വെളിച്ചെണ്ണ നടക്കും. ഒരിതായി ഓക്കെ. അപ്പം ഞാൻ നന്നായിട്ട് കുഴച്ച് നല്ല പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് തേങ്ങയും ഇട്ടിട്ടുണ്ട്. തേങ്ങയും ഇട്ടിട്ടാണ് കുഴച്ചത് കേട്ടോ. തേങ്ങയും പുട്ടുപൊടിയും കപ്പപ്പൊടിയും എല്ലാം കൂടെ ചേർത്തിട്ട് ചോപ്പ് ചെയ്തത്
അതുപോലെ ആദ്യം ഇത് ഇടാം. ഇത് ചെമ്മീൻ. ഇതാകുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ. ചെമ്മീൻ പുട്ട് റെഡിയായ കപ്പ ചെമ്മീൻ പുട്ട് റെഡിയായി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പ്രത്യേകിച്ച് കറി വേണ്ടല്ലോ, ചെമ്മീൻ ഉണ്ടല്ലോ. അപ്പോൾ നല്ല ഇതാണ്. പിന്നെ തേങ്ങയുള്ളവർ കുറച്ച് ഇതിൻ്റെ ഒന്നിച്ച് തേങ്ങയും കുഴച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.